Dear students, English Lesson 3, The Crow and the Peacock. Lesson 4 നമ്മൾ നേരത്തെ എടുത്തിരുന്നു. കാരണം 4 സയൻസിൽ പഠിച്ച ടീത്ത് ആയതുകൊണ്ട് അത് ആദ്യം എടുത്തതാണ്. ഇനി തേർഡ് ലെസൺ ദ ക്രോ ആൻഡ് ദ പീകോക്ക്. ഈ ലെസണിലെ ക്രോയുടെ കളർ എപ്പോഴും ബ്ലാക്കാണ് അല്ലേ, നമ്മൾ കണ്ടിരിക്കും. ക്രോയുടെ കളർ എപ്പോഴും ബ്ലാക്കാണ്. പീകോക്ക് ആണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് ഇരിക്കുക, റെയിൻബോൻ്റെ കളേഴ്സിൽ പല പല കളേഴ്സായിട്ട്. പിന്നെ പീകോക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതായത് മെയിൽ പീകോക്കും ഉണ്ട്, ഫീമെയിൽ പീകോക്കും ഉണ്ട്. അതിലെ മെയിൽ പീകോക്കാണ് നൃത്തം ചെയ്യുക, ഡാൻസ് ചെയ്യുക. സാധാരണ പ്രകൃതിയിൽ പിന്നെ പെൺവർഗ്ഗങ്ങളെയാണ് പ്രകൃതിയിൽ എപ്പോഴും അലങ്കരിച്ചിട്ട് കാണുന്നത്. പക്ഷേ ഈ പീകോക്കിൻ്റെ കേസിൽ ഡിഫറെൻ്റാണ്. പീകോക്കിലെ ആൺമയിലുകളാണ് പീലി വിടർത്തിയിട്ട് നൃത്തമാടുന്നത്. അപ്പോൾ ഈ പിന്നെ പീകോക്കിന് എങ്ങനെയാണ് ഇത്രയും കളർഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായത്? ക്രോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബ്ലാക്കിഷ് ആയിട്ടിരിക്കുന്നത്? പിന്നെ ക്രോയ്ക്ക് ഒരു കോ എന്നുള്ളൊരു ഹാർഷ് സൗണ്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് പിന്നെ മനസ്സിലാക്കി തരുന്നൊരു കൊച്ചു ലെസനാണിത്. നമുക്ക് നോക്കാം. വർക്ക് വിത്ത് എ പാർട്ട്ണർ, പോയിന്റ് at one of the pictures and ask your partner what bird is this. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ വീട്ടിലുള്ള നിങ്ങളുടെ ബ്രദേഴ്സിനോടും സിസ്റ്ററിനോടും ചോദിച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ പേരുകളൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തോളൂ. This happened a very long time ago. The tiger was getting married. The peacock and the crow were invited to the wedding. In those days, crows were as white as snow. Peacocks were as yellow as butter. ബട്ടർ എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം, സ്നോ അറിയാം, മഞ്ഞ്. ദിസ് ഹാപ്പൻഡ് എ വെരി ലോങ് ടൈം എഗോ. വളരെ മുന്നേ നടന്നിട്ടുള്ളൊരു കഥയാണ്. ദ ടൈഗർ വാസ് ഗെറ്റിംഗ് മാരീഡ്. ടൈഗർ കല്യാണം കഴിക്കാൻ പോവാണ്. ദ പീകോക്ക് ആൻഡ് ദ ക്രോ വർ ഇൻവൈറ്റഡ് ടു ദ വെഡ്ഡിങ്. അപ്പോൾ ആ വെഡ്ഡിങ്ങിന് ആരെയൊക്കെയാണ് ക്ഷണിച്ചിട്ടുള്ളത്? പീകോക്കിനെയും ക്രോയിനെയും. ഇൻ ദോസ് ഡേയ്സ് ക്രോസ് വർ ആസ് വൈറ്റ് ആസ് സ്നോ. ക്രോസൊക്കെ അന്ന് വൈറ്റ് കളറായിരുന്നു എന്ന് പണ്ട് കാലത്ത്, വൈറ്റ് ക്രോസ്. ഇപ്പോഴത്തെ കളർ നമുക്ക് എന്താണെന്ന് അറിയാം. പീകോക്സ് വർ ആസ് യെല്ലോ ആസ് ബട്ടർ. ബട്ടറിൻ്റെ പോലെ ഒരു യെല്ലോ നിറത്തിലായിരുന്നു പീകോക്ക് ഇരുന്നിരുന്നത്. ദെൻ ഇനി എന്തുണ്ടായെന്ന് നമുക്ക് നോക്കാം. This is an important wedding, said the peacock. അപ്പോൾ പീകോക്ക് പറയും, അതേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വെഡ്ഡിങ് ആണ് കേട്ടോ. ഐ തിങ്ക് വി ഷുഡ് മേക്ക് അവർ സെൽസ് കളർഫുൾ ഫോർ സച്ച് എൻ ഒക്കേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംരംഭത്തിന്, ഒരു കാര്യത്തിന് നമ്മൾ പോകുമ്പോൾ വി ഷുഡ് മേക്ക് അവർ സെൽസ് കളർഫുൾ. നമ്മൾ നല്ല കളർഫുള്ളായിട്ട് പോകണമെന്ന്. അവർ സെൽസ് നമ്മൾ സ്വയം, നമ്മൾ പോകുന്നവരൊക്കെ നമ്മൾ കളർഫുള്ളായിട്ട് വേണം ആ ഒക്കേഷന് പോവാൻ. എന്ത് ഒക്കേഷന്? നമ്മുടെ ടൈഗറിൻ്റെ വെഡ്ഡിങ്ങിന്. വാട്ട് എൻ ഐഡിയ, സെഡ് ദ ക്രോ. യെസ്, വി മസ്റ്റ് ലുക്ക് വെരി കളർഫുൾ, സെഡ് ദ പീകോക്ക്. അപ്പോൾ പീകോക്കിനാണ് ഈ കളർഫുള്ളായിട്ട് പോകണം എന്നുള്ള പിന്നെ ആഗ്രഹം ഉദിച്ചത്. അപ്പോൾ പീകോക്കാണ് പറയുന്നത് ക്രോയുടെ അടുത്ത്, നല്ല കളർഫുള്ളായിട്ടാണ് നമുക്ക് പോകണമെന്ന്. യെസ്, വി മസ്റ്റ് ലുക്ക് വെരി കളർഫുൾ, സെഡ് ദ പീകോക്ക് വിത്ത് എ സ്മൈൽ. ഐ നോ ഹൗ ടു ഡു ഇറ്റ്, സെഡ് ദ ക്രോ. ഐ നോ ഹൗ ടു ഡു ഇറ്റ്. അപ്പോൾ ക്രോ പറയും, എനിക്കറിയാം എങ്ങനെയാണ് കളർഫുള്ളായിട്ട് പോകേണ്ടതെന്നൊക്കെ എനിക്കറിയാം എന്ന് പറയും. ഐ ഹാവ് സം ക്യാൻസ് ഓഫ് പെയിൻറ്റ്. എൻ്റെ കയ്യിൽ പെയിൻറ്റിൻ്റെ ക്യാനുകളുണ്ട്. ക്യാൻ നമുക്കറിയാലോ, ടിന്നുകൾ. ഇതാരാ പറഞ്ഞത്? ക്രോ പറയാണ്. അപ്പോൾ കളർഫുള്ളായിട്ട് പോകാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ കയ്യിൽ കുറച്ച് പെയിൻറ്റിൻ്റെ ടിന്നുകൾ, ക്യാൻസ് ഉണ്ട്. ഈച്ച് ക്യാൻ ഹാസ് എ ഡിഫറെൻറ്റ് കളർ ഓഫ് ദ റെയിൻബോ. റെയിൻബോ നമുക്കറിയാവുന്നതാണ്, മഴവില്ല്. മഴവില്ലിൻ്റെ നിറങ്ങളൊക്കെ നമുക്കറിയാലോ. അപ്പോൾ പറയാണ്, ഓരോ ക്യാനിലും റെയിൻബോൻ്റെ കളറുകളാണ്. അതായത്
റെയിൻബോൻ്റെ കളറുകൾ അടങ്ങിയിട്ടുള്ള ക്യാനുകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഈച്ച് ക്യാൻ ഹാസ് എ ഡിഫറെൻറ്റ് കളർ ഓഫ് ദ റെയിൻബോയിലുള്ള നിറങ്ങൾ. അപ്പോൾ ഒരു ക്യാനിൽ ഒരു കളറ്, അങ്ങനെ റെയിൻബോയിലുള്ള എല്ലാ കളേഴ്സും അടങ്ങിയിട്ടുള്ള പല പല ക്യാനുകളാണ് ഈ ക്രോൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. We can use these colors to look as beautiful as we like. നമുക്ക് ഈ കളറുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ നല്ല കളർഫുള്ളാക്കി നമ്മെ മാറ്റാം എന്ന് പറഞ്ഞു. പ്ലീസ് യൂസ് യുവർ കളേഴ്സ് ടു മേക്ക് മീ കളർഫുൾ സെഡ് ദ പീകോക്ക്. അപ്പോൾ ക്രോയുടെ കയ്യിലാണ് ഉള്ളത്, ക്രോവിൻ്റെ കയ്യിലാണ് ഈ പിന്നെ ഇതൊക്കെ ഉള്ളത്, ഏത് ക്യാൻസ് ഉള്ളത്. അപ്പോൾ പീകോക്ക് പറയാണ്, പ്ലീസ് യൂസ് യുവർ കളേഴ്സ് ടു മേക്ക് മീ കളർഫുൾ. യുവർ കളേഴ്സ്, നിൻ്റെ കയ്യിലുള്ള കളേഴ്സ് ഉപയോഗിച്ചിട്ട് എന്നെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാൻ പറയും. സെഡ് ദ പീകോക്ക്. ആൻഡ് ദെൻ ഐ വിൽ വർക്ക് ഓൺ യു ആൻഡ് മേക്ക് യു ഓൾസോ ഈക്വലി കളർഫുൾ. അപ്പോൾ പറയാണ്, ആദ്യം എന്നെ കളർഫുൾ ആക്കുക, ഞാൻ തിരിച്ചും നിന്നെ കളർഫുള്ളാക്കിയിട്ട് മാറ്റാം. Then I will work on you and make you also equally colorful. തുല്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളർഫുള്ളാക്കി മാറ്റാം എന്ന് പറഞ്ഞു. ഓക്കെ സെഡ് ദ ക്രോ. ക്രോ ഓക്കെ എന്ന് പറഞ്ഞു. ആൻഡ് അറ്റ് വൺസ് ഉടനെ തന്നെ ഹി സെറ്റ് ടു പെയിൻറ്റിങ് ദ പീകോക്ക്. പീകോക്കിനെ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. ആര്? ക്രോ. ദ ക്രോ വാസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. നല്ലൊരു ആർട്ടിസ്റ്റായിരുന്നു നമ്മുടെ ഈ ക്രോ. ആർട്ടിസ്റ്റ് നന്നായിട്ട് ചിത്രം വരയ്ക്കലും നന്നായിട്ട് കളറടിക്കലൊക്കെ ചെയ്യുന്ന ആൾക്കാരെയാണ് ഈ ആർട്ടിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ദ ക്രോ വാസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഹി പെയിൻറ്റഡ് കളർഫുൾ ഡിസൈൻസ് ഓൾ ഓവർ ദ പീകോക്സ് ഫെദേഴ്സ്. അപ്പോൾ ഈ പീകോക്കിൻ്റെ ഫെദേഴ്സിൽ മുഴുവൻ നല്ല കളർഫുള്ളായിട്ടുള്ള കളറുകൾ അങ്ങോട്ട് അടിച്ചു. ഹി പെയിൻറ്റഡ് കളർഫുൾ ഡിസൈൻസ് all over the peacock's feathers. He made the peacock's tail the most beautiful all. He painted it in rainbow colors. അപ്പോൾ റെയിൻബോ, മഴവില്ലിൻ്റെ 7 നിറങ്ങൾ, ആ നിറങ്ങൾ നല്ല ഭംഗിയായിട്ട് ഈ ടെയിലാണല്ലോ ഈ പീലി വിരിക്കുന്ന ആ ഭാഗം, ആ ടെയിൽ ഫെദേഴ്സിൽ അങ്ങോട്ട് അടിച്ചു. He painted it in rainbow colors. When the crow was finished, the peacock looked at himself in a pool of water. അപ്പോൾ ഇവരൊരു പിന്നെ വാട്ടറിൻ്റെ ഒരു പൂള്, ഒരു കുളത്തിൻ്റെ സൈഡിലിരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രോ പീകോക്കിനെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ ക്രോ എന്ത് ചെയ്തു? ആ പൂളിലേക്കൊന്ന് നോക്കി. അപ്പോൾ നമുക്ക് നിഴൽ കാണാമല്ലോ. When the crow was finished, the peacock looked at himself in a pool of water. അപ്പോൾ വെള്ളത്തിൻ്റെ ആ പൂളിൽ നോക്കി പീകോക്ക് ക്രോ അടിച്ച പെയിൻറ്റ്. എന്താ സംഭവം? ഇതിൻ്റെ മീനിങ്സ് ഒക്കെ പഠിക്കണം കേട്ടോ. മീനിങ്സ്: സെറ്റ് എന്ന് വെച്ചെങ്കിൽ തുടങ്ങുക എന്നർത്ഥം. ബിഗിൻ ഡൂയിങ് സംതിങ് ഇൻ എ ബിസി ആൻഡ് ഡിറ്റർമിൻഡ് വേ. നല്ല ഉറച്ച തീരുമാനത്തിൽ ബിസി ആയിട്ട് തിരക്കോട് കൂട്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനാണ് സെറ്റ് എന്ന് പറയുക. ഇവിടെ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ. ദെൻ ഫിനിഷ്ഡ് വെച്ചാൽ കംപ്ലീറ്റഡ്. Then, oh, how beautiful I look. അപ്പോൾ പറയാണ് ഈ പീകോക്ക് ഇങ്ങനെ ഭയങ്കര ആശ്ചര്യത്തോട് കൂടിയിട്ട് പറയാണ്, എക്സ്ക്ലമേഷനോട് കൂടിയിട്ട് പറയാണ്, ഓ ഹൗ ബ്യൂട്ടിഫുൾ ഐ ലുക്ക്. എന്താ എന്നെ കാണാൻ ഭംഗി. ഹി എക്സ്ക്ലെയിംഡ്, ആശ്ചര്യപ്പെട്ടു. മൈ ടെയിൽ ലുക്സ് ലൈക്ക് ഇറ്റ് ഈസ് കവേർഡ് വിത്ത് പ്രഷ്യസ് ജംസ്. തിളങ്ങുന്ന രത്നങ്ങൾ പോലെ, വിലപിടിപ്പുള്ള രത്നങ്ങൾ പോലെയാണ് പിന്നെ എൻ്റെ ടെയിൽ കാണുന്നതെന്ന് പറയും. ദ പീകോക്ക് ഫെൽറ്റ് സോ പ്രൗഡ് ദാറ്റ് ഹി സ്റ്റാർട്ടഡ് ഡാൻസിങ് ഇൻ എ ജോയ്. ദ പീകോക്ക് ഫെൽറ്റ് സോ പ്രൗഡ്, വളരെയധികം അഭിമാനം തോന്നി. ദാറ്റ് ഹി സ്റ്റാർട്ടഡ് പെയിൻറ്റിങ് ഇൻ എ ജോയ്, സന്തോഷത്തോടു കൂടിയിട്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. പീകോക്ക്, my friend, said the crow, now it is time for you to paint my feathers. അപ്പോൾ ഇവൻ ഈ നമ്മുടെ പീകോക്ക് ഇങ്ങനെ സന്തോഷം കൊണ്ട് ഡാൻസ് ചെയ്യാനത് കണ്ടപ്പോൾ നമ്മുടെ ക്രോ പറഞ്ഞു, അല്ലയോ ഫ്രണ്ട്,
എന്നെയും പെയിൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇവർ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് വന്നത്. അതായത് അങ്ങോട്ട് പെയിൻ്റ് അടിച്ചു കൊടുക്കുക, ഇങ്ങോട്ടും പെയിൻ്റ് അടിക്കുക. അങ്ങനെയാണല്ലോ ഇവർ വന്നത്. ഇവർ തുടങ്ങിയിട്ട് ഈ പീക്കോക്കിൻ്റെ പെയിൻ്റ് അടി കഴിഞ്ഞപ്പോൾ പീക്കോക്ക് ആകെ ഭയങ്കര ഒരു എക്സാജറേഷനിൽ ഇങ്ങനെ ചാടി കളിക്കുക. അപ്പോൾ ക്രോ പറയും, ദേ എനിക്കും പെയിൻ്റ് അടിച്ച് തരണം കേട്ടോ. പീക്കോക്ക്, മൈ ഫ്രണ്ട്, സെഡ് ദ ക്രോ, നൗ ഇറ്റ്സ് ടൈം ഫോർ യു ടു പെയിൻറ്റ് മൈ ഫെദേഴ്സ്. ദേ എൻ്റെ ഫെദേഴ്സ് പെയിൻ്റ് ചെയ്യുന്ന സമയമായിട്ടോ എന്ന് പറയും ക്രോ. ബട്ട് ദ പീകോക്ക് ഡിഡിൻ ലിസൺ. കണ്ട അവിടെ സെൽഫിഷ്നെസ് വന്നു. സെൽഫിഷ്നെസ് വരികയാണ് അവിടെ. അതായത് എനിക്ക് മാത്രം മതി, നിനക്ക് വേണ്ട എന്നുള്ള ആ ചിന്ത അവിടെ വരികയാണ്. അതൊന്നും നമുക്കുണ്ടാവരുത് എന്ന് കാണിക്കുന്നൊരു ലെസനും കൂടി എഴുതുക കേട്ടോ. നമ്മുടെ കാര്യം കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ട എന്നുള്ളൊരു ചിന്ത ഒരിക്കലും വരാൻ പാടില്ല. അതിനെയാണ് സെൽഫിഷ്നെസ് എന്ന് പറയുക. ആ സെൽഫിഷായിട്ട് നമ്മൾ ഒരിക്കലും പെരുമാറരുത്, ആരോടും പെരുമാറരുത്, ഏത് കാര്യത്തിനായാലും. അപ്പോൾ ബട്ട് ദ പീകോക്ക് ഡിഡിൻ ലിസൺ. പീകോക്ക് ശ്രദ്ധിച്ചില്ല, ഈ ക്രോ പറയുന്നതൊന്നും ശ്രദ്ധിച്ചില്ല. അവങ്ങാകെ ഭയങ്കര ഇതിലിരിക്കുകയല്ലേ. ഹി വാസ് ഫീലിംഗ് വെരി പ്രൗഡ്. വളരെ അഭിമാനത്തോടു കൂടിയിട്ടിരിക്കുകയാണ്. പ്രൗഡ് ഓഫ് ഹിസ് കളർഫുൾ ഫെദേഴ്സ്. അതായത് ഫെദേഴ്സ് പണ്ടുണ്ടായിരുന്ന മഞ്ഞ പോയിട്ട് ഇപ്പോൾ ആകെ കളർഫുള്ളായല്ലോ. അപ്പോൾ ആ കളർഫുൾ ഫെദേഴ്സിൽ ഇങ്ങനെ അഭിമാനം പൂണ്ടിരിക്കുകയാണ് നമ്മുടെ പീകോക്ക്. ക്രോക്ക് ഫെദർ പിന്നെ പെയിൻ്റ് അടിക്കുന്ന കാര്യം മറക്കല്ല, പർപ്പസായിട്ട് അത് ശ്രദ്ധിക്കാണ്ടിരുന്നു. ഹി ഡിഡിൻ വാണ്ട് എനിവൺ എൽസ് ടു ബി ആസ് ബ്യൂട്ടിഫുൾ. അതായത് തന്നേലും ഭംഗി ആർക്കും വരരുതെന്നുള്ളൊരു ആഗ്രഹം ആർക്ക് വന്നു? പീകോക്കിന് വന്നു. ഹി ഡിഡിൻ വാണ്ട് എനിവൺ എൽസ് ടു ബി ആസ് ബ്യൂട്ടിഫുൾ. അതായത് തന്നെപ്പോലെ ഒരു ഭംഗി ഇനി ആർക്കും വരരുതെന്നുള്ളൊരു ആഗ്രഹം, സെൽഫിഷ് ചിന്താഗതി വന്നു. ഹി തോട്ട് ഓഫ് എ പ്ലാൻ. അപ്പോൾ സെൽഫിഷ്നെസ് വന്നപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ ആസൂത്രണം ചെയ്തു. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പ്ലാനുകൾ. ഓ ക്രോ, സെഡ് ദ പീകോക്ക്, വി ആർ ഇൻ ഡേഞ്ചർ. ഡിഡിൻറ്റ് യു ഹിയർ ദ ഈഗിൾസ് ക്രൈ? അപ്പോൾ ഇവൻ പിന്നെ ഇത് മാറ്റുകയാണ്, പ്ലേറ്റ് മാറ്റുകയാണ്. എന്നിട്ട് പറയാണ്, ക്രോ ഇങ്ങനെ പറയണം, അയ്യോ എൻ്റെ ഫെദേഴ്സും കൂടെ പെയിൻ്റ് അടിക്കണം കേട്ടോ പീകോക്കെ എന്ന് പറയുമ്പോൾ ഇവനെ ഈ പീകോക്കിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ഇവനെ പോലെ ഭംഗി ഉണ്ടാവരുത്. അപ്പോൾ എങ്ങനെയായാലും ഈ സമയം തകിടം മുറിച്ച് എങ്ങനെയായാലും ക്രോനെ പെയിൻ്റ് അടിക്കാണ്ട് നോക്കണം. അപ്പോൾ പറയാണ്, ഇവനൊരു ഐഡിയ എടുക്കുകയാണ്, ഒരു കള്ളത്തരത്തിലൊരു ഐഡിയ. ഹോ ക്രോ, സെഡ് ദ പീകോക്ക്, വി ആർ ഇൻ ഡേഞ്ചർ. നമ്മളിതേ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, വേഗം ഇവിടുന്ന് പോകണം, ഇനി പെയിൻറ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല എന്ന്. അതാണ് അർത്ഥമാക്കുന്നത്. ഡിഡിൻറ്റ് യു ഹിയർ ദ ഈഗിൾസ് ക്രൈ? ഈഗിളിൻ്റെ കഴുകൻ്റെ കരച്ചിൽ കേൾക്കണു. വന്നാൽ നമ്മളെയൊക്കെ കൊത്തിപ്പറിച്ച് കൊണ്ടുപോകും, പ്രത്യേകിച്ച് കാക്കാനെ കൊത്തി കൊണ്ടുപോകും. ഹി വിൽ അറ്റാക്ക് അസ് ആൻഡ് കിൽ അസ്. അറ്റാക്ക് ആക്രമിക്കുക, കിൽ കൊല്ലുക. ഹി വിൽ അറ്റാക്ക് അസ് ആൻഡ് കിൽ അസ്. നമ്മളെ ആക്രമിച്ച് കൊല്ലും ഈഗിള്. ഹറി, വേഗം പോയോ. വി മസ്റ്റ് റൺ അവേ ഫ്രം ഹിയർ. നമുക്കിവിടെ നിന്ന് വേഗം ഓടിപ്പോണം. നമുക്ക് വേഗം ഓടിപ്പോണം. ഈഗിളിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. ശരിക്കും അവിടെ ഒരു ഈഗിളിൻ്റെ കരച്ചിലൊന്നുമില്ല. ഇവൻ ഈ ക്രോനെ പെയിൻ്റ് അടിക്കാതിരിക്കാനായിട്ട് നോക്കിയിട്ടുള്ളൊരു അടവാണത്. ദ പീകോക്ക് പ്രിറ്റൻഡഡ് ടു ബി ഇൻ എ ഹറി. പ്രിറ്റൻഡ് വെച്ചാൽ നടിക്കുക. അങ്ങനെ നടിച്ചു അവൻ. ദ പീകോക്ക്, പ്രിറ്റൻഡിൻ്റെ ഒക്കെ മീനിങ് കൂടി ഉണ്ട് കേട്ടോ. പ്രിറ്റൻഡഡ് ടു ബി ഇൻ എ ഹറി. ധൃതി ഉണ്ടെന്നുള്ളൊരു ഭാവം നടിച്ചു. ആര്? പീകോക്ക്. എന്നിട്ട് പോവാന്നുള്ളൊരു ഭാവം, വേഗം പോകണം എന്നുള്ളൊരു ഭാവത്തിൽ ഇവൻ ഇരുന്നു. പ്രിറ്റൻഡഡ് നടിച്ചു. ഹീ സ്റ്റാർട്ടഡ് റണ്ണിങ് അപ്പ് ആൻഡ് ഡൗൺ. ഇവൻ റണ്ണിങ് അപ്പ് ആൻഡ് ഡൗൺ, ഇങ്ങനെ താഴത്തേക്ക് മേലേക്കൊക്കെ ഓടാൻ തുടങ്ങി. ഇൻ ഹിസ് ഹറി ഹി നോക്ക്ഡ് ഓവർ ഓൾ ദ ക്യാൻസ് ഓഫ് പെയിൻറ്റ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചാടാനും ഓടാനും തുടങ്ങി. അപ്പോൾ ആ ഓട്ടത്തിൽ ഇൻ ഹിസ് ഹറി, അവൻ്റെ ആ ധൃതിയിൽ, ധൃതി, ഹി നോക്ക്ഡ് ഓവർ ഓൾ ദ ക്യാൻസ് ഓഫ് പെയിൻറ്റ്. ആ പെയിൻറ്റിൻ്റെ എല്ലാ ടിന്നുകളും ഇവൻ തട്ടിമുറിച്ചിട്ടു. ഓൺലി വൺ ക്യാൻ വാസ് ലെഫ്റ്റ്. ഒരു ക്യാൻ മാത്രം തട്ടിമറിച്ചില്ല, ബാക്കിയൊക്കെ തട്ടിമറിച്ചിട്ടു. നോക്ക്ഡ് ഓവർ തട്ടിമറിച്ചിട്ടു. ഓൾ അതേഴ്സ് വെർ സ്പിൽഡ് ഇൻ ടു ദ പൂൾ ഓഫ് വാട്ടർ. എല്ലാ ക്യാനുകളും ഒരെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാതും സ്പിൽഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ചെരിഞ്ഞു പോയി. അവിടെ ഇവരൊരു വെള്ളത്തിൻ്റെ ഒരു പൂളിലെല്ലാം അതിൻ്റെ സൈഡിലാണ് നിൽക്കുന്നുണ്ടായിരുന്നേ. ആ വാട്ടർ പൂളിലേക്ക്
എന്തുണ്ടായി, ഇവൻ്റെ ഈ ക്യാനുകളൊക്കെ മറിച്ചിട്ട് ഒരെണ്ണൊഴിച്ച് ബാക്കിയൊക്കെ അതിൽ പോയി, ആ വെള്ളത്തിൽ പോയി. ഐ ഡിഡിൻറ്റ് ഹിയർ ആൻഡ് ക്രൈ സെഡ് ദ ക്രോ. ഐ ഡിഡിൻറ്റ് ഹിയർ ആൻഡ് ക്രൈ. അപ്പോൾ പറയാണ് ഇവിടെ ഒരു കരച്ചിലും കേൾക്കണില്ലല്ലോ എന്ന് ഈ ക്രോ പറയുന്നുണ്ട്. ദെൻ ദർ ഈസ് നോ ഡേഞ്ചർ സെഡ് ദ പീകോക്ക്. കം ഹിയർ ആൻഡ് ഐ വിൽ പെയിൻറ്റ് യു. എന്നിട്ട് പറയാണ്, അപ്പോൾ ഈ പെയിൻ്റൊക്കെ മറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പീകോക്ക് പറയാണ് ദെൻ ദർ ഈസ് നോ ഡേഞ്ചർ. ഇപ്പം ഇനി അപകടമൊന്നുമില്ലാന്ന്. കാരണം എല്ലാ പെയിൻറ്റും മറിച്ച് കളഞ്ഞൂലോ, ഒരെണ്ണം മാത്രമായിരുന്നു, അതിൽ കറുപ്പ് നിറമായിരുന്നു. അപ്പോൾ കറുപ്പടിച്ചാൽ ക്രോന് ഇതിന് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്ന് പീകോക്കിന് അറിയാം. അപ്പോൾ പീകോക്ക് മാത്രമാണല്ലോ ഭംഗിയിൽ അവിടെ കല്യാണത്തിന് നിൽക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അത്യാഗ്രഹം വന്നതാണ് ആൾക്ക്. അപ്പോൾ പറയാണ് എല്ലാം തട്ടിമറിച്ച് കളഞ്ഞു കഴിഞ്ഞപ്പോൾ പറയാണ് ദെൻ ദർ ഈസ് നോ ഡേഞ്ചർ. ഇനി ഇവിടെ അപകടമൊന്നുമില്ല സെഡ് ദ പീകോക്ക്. കം ഹിയർ ആൻഡ് ഐ വിൽ പെയിൻറ്റ് യു. ഇനി ഞാൻ നിനക്ക് പെയിൻറ്റ് ചെയ്ത് തരാമെന്ന്. കാരണം മറ്റേതൊക്കെ പോയി ഇനി കറുപ്പ് മാത്രമല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ കറുപ്പ് കൊണ്ട് അടിച്ചാൽ എന്തായാലും പീകോക്കിൻ്റെ ഫെദേഴ്സിൻ്റെ ഭംഗി വരില്ല എന്ന് മനസ്സിലായി. ബട്ട് ദ പെയിൻറ്റ് ഹാസ് ഓൾ ബീൻ സ്പിൽഡ് ദ ക്രോ പോയിൻറ്റഡ് ഔട്ട്. വാട്ട് ഷാൽ വി ഡു നൗ? വാട്ട് ഷാൽ വി ഡു നൗ? ബട്ട് ദ പെയിൻറ്റ് ഹാസ് ഓൾ ബീൻ സ്പിൽഡ് ദ ക്രോ. അപ്പോൾ ക്രോ പറയും എല്ലാ പെയിൻറ്റും പോയില്ലേ, വാട്ട് ഷാൽ വി ഡു നൗ? ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു. ദർ ഈസ് വൺ ക്യാൻ ലെഫ്റ്റ്. അപ്പോൾ ഈ പീകോക്ക് പറയണേ ഒരു ക്യാൻ അവിടെ ബാക്കിയുണ്ട്. കം ഹിയർ ആൻഡ് ഐ വിൽ പെയിൻറ്റ് യു വിത്ത് ഇറ്റ്. വായോ, ഞാൻ അതുകൊണ്ട് പെയിൻറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. വി മസ്റ്റ് ഹറി. വേഗം വായോ, വേഗം വായോ. ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം ഫോർ ദ വെഡ്ഡിങ്. വേഗം വായോ, അതെ വെഡ്ഡിങ്ങിന് സമയമായി, ഇതാ ഒരെണ്ണം ബാക്കിയുണ്ട്, അതുകൊണ്ട് പെയിൻറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഇവിടെ ഇതിൻ്റെ മീനിങ്സ് കൊടുത്തിട്ടുണ്ട്. പ്രഷ്യസ്, വർത്ത് എ ലോട്ട് ഓഫ് മണി, ഒരുപാട് വിലപിടിപ്പുള്ളത്, പ്രഷ്യസിൻ്റെ വിലപിടിപ്പുള്ളത്. ജംസ്, കോസ്റ്റ്ലി സ്റ്റോൺസ് യൂസ്ഡ് ഇൻ ജ്വല്ലറി, ഈ ആഭരണങ്ങളിലൊക്കെ വെക്കുന്ന വലിയ വലിയ നല്ല നല്ല കല്ലുകളെയാണ് ജംസ് എന്ന് പറയാം. ദെൻ പ്രിറ്റൻഡഡ്, പ്രിറ്റൻഡെങ്കിൽ മെയ്ഡ് എ ഫോൾസ് ഷോ, അഭിനയിക്കുക. ദെൻ സ്പിൽഡ്, കോസ്ഡ് ടു ഫ്ലോ, അതായത് അതിനെങ്ങനെ ചെതറിച്ച് കളയുക, അതാണ് സ്പിൽഡ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? വേഗം വായോ, ആകെ ഒരു ടിന്ന് പെയിൻ്റ് ഉണ്ട്, അത് ഞാൻ അടിച്ചു തരാം, ദേ കല്യാണത്തിന് സമയമായി എന്നാണ് പറയുന്നത്. ആര്? നമ്മുടെ പീകോക്ക്. എന്നിട്ട് എന്തുണ്ടായി നമുക്ക് നോക്കാം. വെൻ ദ പീകോക്ക് ഹാഡ് ഫിനിഷ്ഡ് ദ ക്രോ വെൻ ടു ലുക്ക് അറ്റ് ഹിംസെൽഫ് ഇൻ ദ പൂൾ ഓഫ് വാട്ടർ. അപ്പോൾ ഈ പീകോക്ക് ഈ ക്രോനെ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞപ്പോൾ ക്രോ എന്ത് ചെയ്തു? വെള്ളത്തിൽ പോയിട്ട് അതിൻ്റെ പിക്ചർ നോക്കി. ആസ് സൂൺ ആസ് ഹി സോ ഹൗ ബ്ലാക്ക് ഹി ലുക്ക്ഡ്. അയ്യോ, കണ്ടുടനെ സങ്കടമായി. കാരണം അത്രയും കറുപ്പ് നിറമായി മാറി നമ്മുടെ ക്രോയുടെ കളർ നേരത്തെ വെള്ളയിലായിരുന്നേ, കറുത്ത നിറത്തിൽ അങ്ങോട്ടാക്കി മാറ്റി. ഹി ബിഗെയിൻ ടു ക്രൈ. ഹി വാസ് ചോക്ക്ഡ് അപ്പ് വിത്ത് ആങ്കർ. ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് തൊണ്ടയൊക്കെ അടറി സംസാരിക്കാൻ പറ്റാത്ത പോലെയായി. ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സ്പീക്ക് ബിക്കോസ് ഓഫ് സ്ട്രോങ് ഇമോഷൻ. അതായത് ആകെ ഇങ്ങനെ ആകെ മനസ്സിലിങ്ങനെ വിഷമം തോന്നിയിട്ട് തൊണ്ടയിൽ നിന്നൊന്നും പറയാൻ പറ്റാത്ത പോലത്തെ അവസ്ഥ വന്നു. വിത്ത് ആങ്കർ ഹി കുഡ് ഹാർഡ്ലി സേ എ വേർഡ്. വെച്ചിട്ടുണ്ടെങ്കിൽ വേർഡൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഹി കുഡ് ഓൺലി സ്ക്രീം. അതായത് ഒരു സൗണ്ട് ഇടാൻ മാത്രമേ പറ്റുള്ളൂ, ഒന്നും പറയാൻ പറ്റില്ല, ഒറ്റ വേർഡ് ഉച്ചരിക്കാൻ പറ്റില്ല, ഒരു സൗണ്ട് ഇടാൻ മാത്രമേ പറ്റുള്ളൂ. കോ കോ എന്നുള്ളൊരു സൗണ്ട് തൊണ്ടയിൽ നിന്ന്. അറ്റ് ദ പ്രൗഡ് പീകോക്ക്, അഭിമാനിയായ പീകോക്കിൻ്റെ അടുത്ത് വേറെ ഒന്നും പറയാൻ തൊണ്ട കൊണ്ട് പറ്റിയില്ല. സങ്കടം കൊണ്ട് കോ കോ എന്നിങ്ങനെ ഓളിടാൻ മാത്രമേ പറ്റുള്ളൂ. എവർ സിൻസ് ക്രോസ് ഹാവ് ബീൻ ബ്ലാക്ക്. അവിടുന്ന് മുതലാണ് ക്രോസ് എന്തായിട്ട് മാറിയത്? ബ്ലാക്ക് കളറായിട്ട്. ദെയർ ക്രൈസ് ഹാവ് ബീൻ ഹാർഷ്. അവരുടെ കരച്ചിലും ഇങ്ങനെ കാ ഒരു ജാതി ഹാർഷായിട്ടുള്ളൊരു സൗണ്ടായിട്ട് മാറി. പീകോക്സ് ഹാവ് ബീൻ ബ്യൂട്ടിഫുൾ. പീകോക്സ് നല്ല ബ്യൂട്ടിഫുള്ളായി. ദെയർ ഫെദേഴ്സ് ഹാവ് ബീൻ ഇൻ റെയിൻബോ കളേഴ്സ്. അവരുടെ ഫെദേഴ്സൊക്കെ അങ്ങനെ നല്ല റെയിൻബോൻ്റെ കളറിലായിട്ട് മാറി. അപ്പോൾ ഇതാണ് കഥ. ഇവർ നല്ല റെയിൻബോ കളേഴ്സിൽ, പീകോക്ക്, ക്രോ എങ്ങനെയാണ് ബ്ലാക്കിഷ് കളറിൽ.
ആയെന്ന്. പക്ഷെ നമ്മളിതിൽ പഠിക്കേണ്ട വേറൊരു പാഠമുണ്ട്. നമ്മൾ ഒരിക്കലും സെൽഫിഷായിട്ട് പെരുമാറാൻ പാടില്ല. അതായത് എല്ലാം എനിക്ക് വേണം, അതാണ് സെൽഫിഷ്നെസ് എന്ന് വെച്ചാൽ. എല്ലാം എനിക്ക് മറ്റുള്ളവർക്കൊന്നും പാടില്ല. അങ്ങനത്തെ ഒരു ചിന്താഗതി നമുക്കുണ്ടാവാനായിട്ട് പാടില്ല. അത് നമ്മളെ ഭാവിയിൽ നമുക്ക് എന്തായാലും അത് നാശത്തിലേക്ക് വഴി തെളിയിക്കുള്ളൂ. നമുക്കുള്ളതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മളൊരാൾ സഹായിച്ചാൽ മറ്റുള്ളവരെ സഹായിക്കണം. ഇത് നമ്മളെ സഹായിച്ചില്ലെങ്കിലും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്കുണ്ടാവേണ്ടത്. അതല്ലാതെ ഈ പീകോക്കിൻ്റെ ആറ്റിറ്റ്യൂഡല്ല നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അതും കൂടെ നമ്മൾ ഈ ലെസണിൽ നിന്ന് പഠിച്ചിരിക്കണം. ഇതിൻ്റെ മീനിങ്സ് ഒക്കെ പഠിക്കണം കേട്ടോ. ചോക്ക്ഡ് അപ്പ്, ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സ്പീക്ക് ബിക്കോസ് ഓഫ് സ്ട്രോങ് ഇമോഷൻ. ആകെ മനസ്സിലിങ്ങനെ വിഷമം വന്നിട്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ദെൻ സ്ക്രീം, ടു ഗിവ് എ ലൗഡ് ഹൈ ക്രൈ, ഉറക്ക കരയുക, കാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കരച്ചിൽ ഇവിടെ ഉണ്ടായല്ലോ. അപ്പോൾ അതിനെയാണ് പറയുന്നത്. സോ റീഡ് ദ ലെസൺ 5 times. ഓക്കെ.